സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കോൺഗ്രസ് ഉന്നയിച്ച വോട്ട് വിവാദം സംസ്ഥാനത്ത് ആളിക്കത്തുന്നു. വോട്ടർമാരും ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ആശങ്കയിലാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള സംസ്ഥാനമാണ് ഇപ്പോൾ വിവാദത്തിന്റെ പേരിൽ പത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. സമാധാനപരമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ചാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. പലരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രധാന കാരണം. 10,000-കണക്കിന് പേരാണ് പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്നത്. പലരുടെയും വോട്ടർ പട്ടികയിലെ അഡ്രസ് ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടക്കമുള്ള തെളിവ് സഹിതമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെട്ടിലാക്കിയിട്ടുണ്ട്. BJP സർക്കാരിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതായാണ് പ്രധാന ആരോപണം. വോട്ടർ തിരിമറി BJPയെ സഹായിക്കാനാണെന്ന് ആരോപിച്ചാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ യാത്ര സംഘടിപ്പിച്ചത്. കോൺഗ്രസിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നതിന്റെ മുന്നോടിയായി സംസ്ഥാനങ്ങളിൽ യോഗം വിളിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. SIR-ന് സംസ്ഥാനങ്ങൾ എത്രമാത്രം ഒരുക്കമാണെന്ന് വിലയിരുത്തുകയാകും മുഖ്യ ലക്ഷ്യം. ബീഹാറിൽ നടന്ന SIR-നെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ 2026 ജനുവരി 1-ന് യോഗ്യതാ തീയതി നിശ്ചയിച്ചാകും SIR നടപ്പിലാക്കുകയെന്നാണ് വിവരം. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.